ലൊക്കേസ് ചട്ടിപ്പറമ്പ് ചന്ത വലിയ കാളകളുടെ ഏരിയയിലെത്തിയപ്പോൾ അത് മാത്രമേ വീഡിയോ എടുക്കണം. വലിയ കാളകൾ അതാ ഇതിൽ ഒരുത്തനെ പരിചയപ്പെടുത്താം. ചുമക്കാണോ തുമ്മാണോ ഇനി ശൗര്യം കാണിക്കുകയാണോ എന്താ അറിയില്ല. ആൾ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കണം എന്നിട്ട് ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കും. ഉണ്ടോ ഇവിടെയും വലിയ മറ്റു കാളകളുണ്ട്. അവിടെ കച്ചവടം വേറൊന്നും നടക്കുന്നുണ്ട്. കച്ചവടം അതായത് ഡിസ്പ്ലേ ആണ് കാണിച്ചു കൊടുക്കുക. അത് കാണിച്ചു കൊടുത്തിട്ട് ഇനി ആവശ്യമെങ്കിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കയറെടുത്ത് ബിസിനസ് നടക്കുന്ന കച്ചവടം. ഇവിടെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത് നിൽക്കാൻ വലിയൊരു ധൈര്യം പോരാ. കാരണം കച്ചവടക്കാരെപ്പോഴും പറയും നിങ്ങൾ പോത്തിനെയും പശുക്കളെയൊക്കെ നമ്പിക്കോളി, മൂരികളെ കാളകളെ നമ്പരുത്, പണി കിട്ടും, കെട്ടിൻ്റെ പണി കിട്ടും എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. വേണ്ട ഇതൊക്കെ ഒരു ഇടത്തരം ചെറിയ കുട്ടികളാണ്. കുട്ടികളെന്നല്ല, ഇത് ഒരു ആവറേജാണ്. ഒരു കിൻഡിൽ 1.25 കിൻഡിലൊക്കെ വരുന്ന ടൈപ്പ്. വില ചോദിക്കാൻ അവരോട് ബിസിനസ് വേറെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടി വലിയ ടൈപ്പാണ്. അതുക്കും മേലെ കണ്ടോ, ഇതൊക്കെ നല്ല ജല്ലിക്കെട്ട് മോഡൽ, അടിപൊളി നല്ല ഇറച്ചിയുള്ള ടൈപ്പ്. കണ്ടോ, ഒന്നും പറയാനില്ല, നല്ല സാധനങ്ങളാണ്. ഇറച്ചിൻ്റെ ആവശ്യത്തിനെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ കുറവുണ്ടാവില്ല, ഒരു കവർ ഏറെ നല്ലത്. ഇതൊക്കെ വളരെ തുച്ഛമായ വില കമ്മിയാട്ടോ. കിലോ മത്തിന്റെ വില 250 കൊടുക്കണം. ഇത് 65 റുപ്യ കൊടുക്കും, മറ്റേ 75 റുപ്യക്കും കൊടുക്കും. കമ്മിയുള്ളപ്പോൾ ചോദിച്ചത് 95ഉം 85ഉം ചോദിച്ചിട്ടോ. അത് വേറെ കാര്യം അല്ല, കച്ചവടം പറയുമ്പോൾ. അതെ. അപ്പോൾ കേസ് വലിയ 2 കാളകൾ. ഇത് ഈ കന്നാണെങ്കിൽ 32.5 കൊടുക്കും. ചോദിച്ചത് 43 റുപ്യാണ്. അത് ഇത് പൊതുവെ പുറത്തുള്ള ആൾക്കാരൊന്നും വല്ല കേൾക്കൂലല്ലോ. കേൾക്കാത്ത രീതിയിലേ പറയുള്ളൂ കേട്ടോ. നമ്മൾ പറയുമ്പോൾ 42 പറയും, പിന്നെ അതിന് തന്നെ 32 പറഞ്ഞ ആൾക്കാർ 25 അതാ കുഴപ്പമേ. ഇത് ഈ ചങ്ങായി കർണാടകയിൽ നിന്ന് വന്നതാണ്. ഓന് ഭാഷ ഒന്നും അറിയില്ല. അവന് എത്ര കാലം കുറച്ച് പൈസ കണ്ടാ ഓന് കൊടുത്തോന്ന് പറയും. അതാണ്, അങ്ങനത്തെ ആളാണ്. ശരി. ചില്ലറ ഉണ്ടെങ്കിൽ 200 കെട്ടുകളൊക്കെ ആണെങ്കിൽ അത് മതി, ഒരു കെട്ട് കൊടുത്താൽ അത് മതി കൊണ്ടുപോയി. ഹലോ ഗൈസ്, അപ്പോൾ ഈ വലിയ 2 കാളകൾ അവരിപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു ട്രിക്കും കൂടിയാണ് ഇവിടെ പറയണത്. ബിസിനസ്സിൻ്റെ ട്രിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഗൈസ്, കച്ചവടക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ 95, 85, 1 ലക്ഷമൊക്കെ ചോദിക്കും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ ഈ ഒരു കാളക്ക് ഇപ്പുറത്ത് ഇപ്പോൾ ഫസ്റ്റ് കാണുന്ന കാളക്കൊരു 75ഉം തൊട്ടപ്പുറത്ത് കാണുന്നതിന് 65ഉം തന്നാൽ മതി. അതിൻ്റെ ആ വില കിട്ടുകയാണെങ്കിൽ 65ൻ്റെ മേലക്ക് 75ൻ്റെ മേലക്ക് എത്ര കിട്ടിയാലും ഈ കന്നുകൾ കൊടുക്കുന്നതാണ് പറയുന്നത്. അതുപോലെ അപ്പുറത്തുള്ള ആ ഒരു ബ്ലാക്ക് വൈറ്റുള്ള സാധനമുള്ളത് ഏകദേശം 40 ചില്ലാനും ചോദിക്കും. ഒരു 38 കിട്ടിയാൽ കൊടുക്കുന്ന പറയും. ആലോചിച്ച് നോക്കും, നമ്മൾ ചോദ്യവില വേറെ ഭയങ്കര എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മാർക്കറ്റിൽ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടുള്ള വില ചോദിക്കണം. പെട്ടെന്ന് വലിയ വില പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഞാൻ അപ്പുറത്ത് കണ്ടോ വലിയ കാളകൾ, ഏറ്റവും വലുത്. അപ്പോൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതോ മുടികളയിലോ കല്യാണ പാർട്ടി ഏതോ അതിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും ചെറുതുണ്ടാവും. ഇത് ഒരു കറക്റ്റിലാണ് കെട്ടുക. ഇപ്പോൾ ഒന്നാമത് കന്ന് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് കന്ന് കിട്ടൽ കമ്മിയാണ്. മറ്റേത് ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ കാളകളുടെ ഒരു ചാകരയായിരിക്കും. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഇഷ്ടംപോലെ കാളകൾ ഉണ്ടാവാറുണ്ട്. അതാണ് സംഭവം. ഇതിപ്പോൾ അതില്ല. മൂപ്പര ഒന്നുകൂടി എടുക്കാം. മൂപ്പര ഒരു ചാളിയൊക്കെ ചെറുപ്പിച്ച് വില്ലത്തരം കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത 2 കാളക്കുട്ടികൾ. അവിടെ ഒരു കാളനെ തെങ്ങിൽ കെട്ടിയിട്ടുണ്ട്. ഇവിടെയും കുഴപ്പമില്ല. പോത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം പകുതി വിലയോളം കുറഞ്ഞ് കിട്ടും നല്ല കാളകൾക്കും മുരികൾക്കും.
ഇത് ഫ്രണ്ട് സൈഡ്. മൂപ്പരാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് കച്ചവടം പറയണത് നല്ല കൊമ്പും ആഴം നീട്ടമൊക്കെ ഉള്ള. ശൗര്യം 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 അതിങ്ങനെ നിലത്തിന് കുഴിയാക്കി വെച്ചിട്ട് മാന്തിയാണ് അത്. കൈ കിട്ടിയണ്ടല്ലോ. ഏത് നമ്മളെ കൈ കിട്ടിയല്ല, മൂപ്പര കയ്യിൽ നമ്മളെ കിട്ടിയല്ലോ. കൈ ജില്ലയാണ്. തെങ്ങിലും എടുത്തനുണ്ട് കേട്ടോ. ഇതാണ് ചട്ടിപ്പറമ്പ് കാളകളുടെ ഏരിയ. ഓര് തമ്മിൽ കണ്ടപ്പോൾ നോക്കുങ്ങൾ വല്ലാതെ മതി. അതൊന്നും എടുക്കാറെങ്ങാം. മുഖാമുഖത്തിലെത്തി. മുഖാമുഖം. അയ്യോ, ആ മൂക്ക് തമ്മിൽ മുട്ടി. പല്ലിൻ്റെ എണ്ണാണ് വയസ്സ് സൂചിപ്പിക്കുന്നത്. പല്ല് കാണിച്ചു കൊടുക്കും.